മാത്സിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻ. ഫസ്റ്റ് എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകൾ, ഇംഗ്ലീഷിൽ എന്ത് പറയും? നാച്ചുറൽ നമ്പേഴ്സ്. എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എണ്ണൽ സംഖ്യകൾ. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ എന്തെങ്കിലുമൊക്കെ എണ്ണി തിട്ടപ്പെടുത്താനും മറ്റുമായിട്ട്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഇത്ര കുട്ടികളുണ്ട്, 30 കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എണ്ണുക? 1, 2 അങ്ങനെ എണ്ണും. അങ്ങനെ 30 വരെ എണ്ണും. അങ്ങനെ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ് എന്തെന്ന്? എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയാണ് 1. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയാണ് 1. ഓക്കെ, അപ്പോൾ എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകൾ ഓർമ്മിക്കണം. ചിലപ്പോൾ നിസർഗ സംഖ്യകളായിരിക്കും ചോദിക്കുക. എണ്ണൽ സംഖ്യകൾ അഥവാ നിസർഗ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളാണ്. നെക്സ്റ്റ് മറ്റൊരു സംഖ്യകളാണ് അഖണ്ഡ സംഖ്യകൾ. അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂജ്യം കൂടി ഉൾപ്പെടുന്ന എണ്ണൽ സംഖ്യകളെയാണ് എന്ത് പറയുന്നത്? അഖണ്ഡ സംഖ്യകൾ. പൂജ്യം കൂടി ഉൾപ്പെടുന്ന എണ്ണൽ സംഖ്യകളാണ് എന്ത് പറയുന്നത്? അഖണ്ഡ സംഖ്യകൾ. അപ്പോൾ അഖണ്ഡ സംഖ്യകളിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? അഖണ്ഡ സംഖ്യകളിൽ ഏറ്റവും ചെറിയ നമ്പറാണ് 0, 0 അല്ലേ? അപ്പോൾ അഖണ്ഡ സംഖ്യകൾ അഥവാ ഇംഗ്ലീഷിൽ ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. പൂജ്യം കൂടി ഉൾപ്പെടുന്ന എണ്ണൽ സംഖ്യകളാണ് അഖണ്ഡ സംഖ്യകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എണ്ണൽ സംഖ്യകളിൽ നേരത്തെ പറഞ്ഞ എണ്ണൽ സംഖ്യകളിൽ ഒരു 0 കൂടി അധികം വരും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു നമ്പേഴ്സ് വെച്ചിട്ട് ചെറിയ ബേസിക് ആയിട്ടുള്ള പ്രിലിംസ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ നിസർഗ സംഖ്യ എന്ന് ചോദിക്കും. ഏതാണ് ഏറ്റവും ചെറുത് ചോദിച്ചാൽ 1. ഏറ്റവും ചെറുത് ചോദിച്ചാൽ 1. നെക്സ്റ്റ് ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ. അപ്പോൾ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യ പറഞ്ഞാൽ ഏതായിരിക്കും? 0 അല്ലേ? എണ്ണൽ സംഖ്യൻ്റെ കൂടെ 0 കൂടി ചേരുന്നതാണ് അഖണ്ഡ സംഖ്യ. അപ്പോൾ ഏറ്റവും ചെറുത് 0. ഇനി ആദ്യത്തെ 10 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? ഓക്കെ, ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇത് ശ്രദ്ധിക്കാണ്ട് ഒന്ന് അങ്ങ് ഗുണിച്ചങ്ങ് എഴുതാൻ നിൽക്കരുത്. അഖണ്ഡ സംഖ്യയുടെ ഏറ്റവും ചെറുത് ഏതാണ്? 0. അപ്പം ആദ്യത്തെ 10 എന്ന് പറയുമ്പം എങ്ങനെയായിരിക്കും വരിക? 0 അല്ലേ? ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു അങ്ങനെ 10 നമ്പേഴ്സ് വരെ പോകും. അപ്പം ഈ 0 എന്നുള്ള സംഭവം മുമ്പിലുള്ളത് കൊണ്ട് തന്നെ എന്താണ്? 0 മുമ്പിലുണ്ടെങ്കിൽ ഇനി അതിനെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും ആൻസർ? 0 ആയിരിക്കും. ഇപ്പം ആദ്യത്തെ 10 എന്നതിന് പകരം ഇപ്പം 100 ആണെങ്കിലോ, ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകളുടെ തുകയാണെങ്കിലോ സെയിം ആൻസർ തന്നെ ആയിരിക്കും എന്തെന്ന്? 0. ഇനി ആദ്യത്തെ 1000 ആണെങ്കിലും ആദ്യത്തെ 10000 ആണെങ്കിലും എത്രയായെങ്കിലും ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്രയായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് മറ്റൊരു സംഖ്യകളാണ് പൂർണ്ണ സംഖ്യകൾ അഥവാ ഇൻറ്റീജേഴ്സ് എന്ന് പറയും അല്ലേ? പൂർണ്ണം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്പേഴ്സ് എന്നാണ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ, അതായത് അഖണ്ഡ സംഖ്യകളുണ്ട്, അതിൻ്റെ കൂടെ എന്തുകൂടി ഉണ്ട്? നെഗറ്റീവ് നമ്പേഴ്സ് കൂടി ഉണ്ടാവും. അപ്പം പോസിറ്റീവ്, നെഗറ്റീവ്, അതുപോലെ തന്നെ 0 കൂടി ഉൾപ്പെടുന്ന സംഖ്യകളാണ് എന്തെന്ന്? പൂർണ്ണ സംഖ്യകൾ. ഓക്കെ, അപ്പം 0 ഉണ്ടാവും. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ നമ്പറും എണ്ണൽ സംഖ്യകൾ 1, 2, 3 അങ്ങനെ മുകളിലോട്ട് പോകും. അതുപോലെ തന്നെ തിരിച്ച് ബാക്കിലോട്ട് എന്തുണ്ടായിരിക്കും? -1, -2, -3, -4 അങ്ങനെ അങ്ങ് ഇൻഫിനിറ്റി വരെ പോകും. അപ്പോൾ ഈ എല്ലാ നമ്പേഴ്സിനെയും കൂടിയിട്ടാണ് എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സ് അഥവാ പൂർണ്ണ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ ഒരു 1, 2, 3 തുടങ്ങിയ നമ്പേഴ്സ്, ആ ഒരു പോസിറ്റീവ് എന്ന് പറയുന്ന നമ്പേഴ്സ് ഇല്ലേ, അതിനെ നമ്മൾ എന്ത് പറയും? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, അല്ലെങ്കിൽ മലയാളത്തിൽ അതിസംഖ്യ എന്ന് പറയും. അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ്, നെഗറ്റീവ് നമ്പേഴ്സിന് നമ്മൾ എന്ത് പറയും മലയാളത്തിൽ? ന്യൂനസംഖ്യകൾ. ഓക്കെ, അത് ജസ്റ്റ് ആ പേര് കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അതിസംഖ്യ, അതുപോലെ തന്നെ ന്യൂനസംഖ്യ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം എന്തൊക്കെ പറഞ്ഞു? നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ പറഞ്ഞു, അഖണ്ഡ സംഖ്യകൾ പറഞ്ഞു, അതുപോലെ തന്നെ പൂർണ്ണ സംഖ്യകളും പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ സംഖ്യകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന അടിസ്ഥാന ക്രിയകൾ ഏതൊക്കെയാണ്? നോർമലായിട്ട് ചെയ്യുന്ന ക്രിയകൾ ഏതൊക്കെയാണ്? ഒന്ന്, കൂട്ടാറുണ്ട്, സംഖ്യകൾ തമ്മിൽ കൂട്ടാറുണ്ട്, സംഖ്യകൾ തമ്മിൽ കുറക്കാറുണ്ട്, സംഖ്യകൾ തമ്മിൽ ഗുണിക്കാറുണ്ട്, അതുപോലെ തന്നെ സംഖ്യകൾ തമ്മിൽ ഹരിക്കാറുണ്ട്. അപ്പോൾ ഈ 4 ക്രിയകളാണ് നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുക, കുറക്കുക, ഗുണിക്കുക, ഹരിക്കുക, അതൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ക്രിയകൾ. ഇനി പറയുന്ന എല്ലാ ക്രിയകളും
ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും നമ്മൾ, അതായത് ഏത് ഓർഡറിൽ നമ്മൾ ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതിനൊരു റൂളുണ്ട്, ബോഡ്മാസ് റൂൾ എന്ന് പറയും. ബോഡ്മാസ് റൂൾ, അതായത് നമ്മൾ ഒരു പിന്നെ കണക്ക് തന്നെ ഇപ്പം കൂട്ടാനും ഗുണിക്കാനും കുറക്കാനും ഹരിക്കാനും ഒക്കെ വന്നെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഏത് ഓർഡറിലാണ് അത് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ബോഡ്മാസ് റൂൾ പ്രകാരം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബി ബ്രാക്കറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഓഫ് എന്ന് പറയും. പിന്നെ ഡി ഡിവിഷൻ അഥവാ ഹരണം, എം മൾട്ടിപ്ലിക്കേഷൻ അഥവാ ഗുണനം, എ അഡീഷൻ അഥവാ സങ്കലനം എന്ന് പറയും, എസ് സബ്സ്ട്രാക്ഷൻ അഥവാ വ്യവകലനം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, നോക്കൂ. അപ്പം ബോഡ്മാസ് സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ഗണിത ക്രിയകൾ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ ഏത് ക്രമത്തിലാണ് ക്രിയകൾ ചെയ്യേണ്ടത് എന്ന് ഓർത്തിരിക്കാൻ ബോഡ്മാസ് എന്ന ആശയം ഉപയോഗിക്കും. നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുമില്ല, ഒരു പ്ലസ്സും ഉണ്ട് അല്ലേ, ഒരു മൈനസും അല്ലേ. 12 - 5 + 7, ഒരു പ്ലസ്സും ഉണ്ട് ഒരു മൈനസും മാത്രമേ ഉള്ളൂ. ഇപ്പം ബോഡ്മാസ് അറിയാത്ത ഒരാളാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പം 2 ആൻസർ കൺഫ്യൂഷൻ വരും. ഒന്ന് ഏതൊക്കെയാണ്, ഒന്ന് 14, അതുപോലെ തന്നെ ഒന്ന് 0. ഒന്ന് 14, ഒന്ന് 0. ഇപ്പോൾ 0 ഉത്തരം എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. 0 പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ 5ഉം 7ഉം അങ്ങ് കൂട്ടും. 5ഉം 7ഉം അങ്ങ് കൂട്ടിയിട്ട് എന്തായി 12. എന്നിട്ട് ഈ 12 12 അങ്ങോട്ട് കുറക്കും. ആൻസർ എന്തായി 0. ശരിയാണോ ഇത്? അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും എന്തല്ല, 5 അല്ല. ഇത് ഇവിടെയുള്ള ശരിക്കും എന്തല്ല, 5 അല്ല. പിന്നെന്താണ്, -5ആണ്. 5 അല്ല, എന്താണുള്ളത്, -5ആണ്. സോ അങ്ങനെ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഡയറക്റ്റ് പോയിട്ട് 5ഉം 7ഉം അങ്ങ് കൂട്ടാൻ പറ്റില്ല. അങ്ങനെ കൂട്ടണമെങ്കിൽ എന്ത് കൂട്ടണം, -5 + 7 ആയിട്ട് കൂട്ടണം. -5 + 7 ആയിട്ട് കൂട്ടണം. സോ ബോഡ്മാസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ ചെയ്യണം, ബോഡ്മാസ് നോക്കി നമ്മൾ എങ്ങനെ ചെയ്യണം. ബോഡ്മാസിൽ നമുക്കറിയാം അഡീഷൻ കഴിഞ്ഞിട്ടാണ് സബ്സ്ട്രാക്ഷൻ വരുന്നത്. അപ്പം ബോഡ്മാസ് എ കഴിഞ്ഞിട്ടാണ് എസ് വരുന്നത് അല്ലേ, അഡീഷൻ കഴിഞ്ഞിട്ടാണ് സബ്സ്ട്രാക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതെന്താക്കും, ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് ഒന്ന് റീറൈറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും, ആദ്യം അഡീഷൻ ചെയ്യുക. അപ്പോൾ 12 + 7 - 5. 12 + 7 - 5 എന്ന് നമുക്ക് റീറൈറ്റ് ചെയ്യാം. പിന്നെ എന്താണ് 12, പിന്നെന്ത് ചെയ്യും, 12 + 7 19. 19 - 5. 19 5 പോയാൽ 14. ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ ഇതൊരു ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ മാത്രമാണ്. പിന്നെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബോഡ്മാസിൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രാക്കറ്റ്. അപ്പം ഒരു പ്രോബ്ലത്തിൽ ഒരു ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ആ ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. നെക്സ്റ്റ് ഓഫ്. ഇനിയിപ്പോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. ഇപ്പം 3/2 എന്ന് പറഞ്ഞാൽ എന്താണ്, 3 × 2 തന്നെയാണ്. 3 × 2 6 എന്നാണ് ആൻസർ വരിക. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കാനില്ല. ഇപ്പോൾ തൽക്കാലം അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് ഡിവിഷൻ അഥവാ ഹരണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ എം ഗുണനം, പിന്നെ അഡീഷൻ സങ്കലനം, പിന്നെ എസ് വ്യവകലനം സബ്സ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഓർഡറിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമുക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1 - 2 + 3 - 4 + 5. അപ്പോൾ നമ്മൾ എങ്ങനെ ആലോചിക്കണം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ബോഡ്മാസ് പ്രകാരം നമുക്കറിയാം അഡിഷൻ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, സബ്സ്ട്രാക്ഷൻ വരുന്നത്. സോ അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും, പോസിറ്റീവായിട്ടുള്ള ആളുകളെ നമുക്ക് ഒരുമിച്ച് എഴുതാം, എന്നിട്ട് നെഗറ്റീവായിട്ടുള്ള ആളുകളെ ഒരുമിച്ച് എഴുതാം. അതായത് 1 അല്ലേ, 1 ഈ പ്ലസ് ഉള്ളത് ആദ്യം എഴുതി, 3 5. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, -2 -4 ഇതിങ്ങനെ മാറ്റി എഴുതി. അപ്പം 1 + 3 4, 4 + 5 9, പിന്നെ 9 നിന്ന് 2 കുറക്കുക 7, 7 നിന്ന് 4 കുറക്കുക 3. അപ്പം ആൻസർ എത്രയാണ്, 3. ഓക്കെ, അപ്പം ഇത് വെറും പ്ലസും അതുപോലെ തന്നെ മൈനസും മാത്രം വരുമ്പോഴുള്ള ഒരു കേസാണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കേസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് എന്താകാം, ഇതിൽ കൂടുതൽ ഇപ്പം പ്ലസും മൈനസും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ബ്രാക്കറ്റും ഒക്കെ ഉള്ള പ്രോബ്ലംസ് വരും. അപ്പം നമുക്ക് ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇത് ആദ്യം നമ്മൾ ക്ലിയർ ആക്കണം, എന്നിട്ട് നെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
40 മൈനസ് 8 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പല എക്സാമുകൾ എൽ ഡി സി അതുപോലെ തന്നെ ഖാദി ബോർഡ് അങ്ങനെ പല എക്സാംസിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 40 മൈനസ് 8 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ബോർഡ് മാസ് പ്രകാരം ബി അല്ലേ, ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ബി ഇല്ല, ബ്രാക്കറ്റ് ഇല്ല. പിന്നെ ഓഫ് ഉണ്ടോ നോക്കുക, ഓഫ് ഇല്ല. നെക്സ്റ്റ് വരുന്നത് എന്താണ്, ഡിവിഷൻ ഉണ്ട് അല്ലേ, ഇതാണ് ഡിവിഷൻ. 8 മൈനസ് 8 ഹരിക്കണം 2, മൈനസ് 8 ഹരിക്കണം 2. അപ്പോൾ നമ്മൾ ആദ്യം മൈനസ് 8 ഹരിക്കണം 2 സോൾവ് ചെയ്യുക. അപ്പോൾ മൈനസ് 8നെ 2 കൊണ്ട് കഴിച്ചാൽ എന്തായിരിക്കും, -4. -4. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ എഴുതാം. ഇപ്പം 40 മൈനസ് 4 ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ ഡിവിഷൻ ക്ലിയർ ആയി. നെക്സ്റ്റ് ഇനിയുള്ളത് മൾട്ടിപ്ലിക്കേഷൻ, എം അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് ഇവിടെ, -4 ഇൻറ്റു 3. അപ്പോൾ എന്ത് ചെയ്താം, 40 മൈനസ് 12. 40 മൈനസ് 12. പിന്നെ വരുന്നത് അഡീഷൻ സബ്സ്ട്രാക്ഷൻ അല്ലേ. ഇവനിപ്പോൾ അഡീഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് 40 മൈനസ് 12 എത്രയാണ് എഴുതിയാൽ മതി. എത്രയാണ്, 28. ഓപ്ഷൻ സി ആണ് ഒരു ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 50 മൈനസ് 15 ഡിവൈഡ് ബൈ 3 ഇൻറ്റു 10 പ്ലസ് 27. അപ്പോൾ നമ്മൾ ആദ്യം ബ്രാക്കറ്റ് നോക്കി, ഇല്ല. ഓഫ് നോക്കി, ഇല്ല. നെക്സ്റ്റ് ഡിവിഷൻ ഏതാ ഉള്ളത്, -15 ഹരിക്കണം 3. ആൻസർ എന്ത് വരും, -5. ഇപ്പം നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം, 50 മൈനസ് 5 ഇൻറ്റു 10 പ്ലസ് 27. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഇങ്ങനെ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് ഇവിടെ, -5 ഇൻറ്റു 10. -5 ഇൻറ്റു 10 എത്രയാണ്, -50 ആണ്. -50. അപ്പോൾ എന്തായി, 50 മൈനസ് 50 പ്ലസ് 27. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി റീറൈറ്റ് ചെയ്യാം. 50 പ്ലസ് 27 പോസിറ്റീവ് ഒരുമിച്ച് എഴുതി, നെഗറ്റീവ് മാറ്റി എഴുതി. 50ഉം 27ഉം എത്ര വരും, 77 മൈനസ് 50. ആൻസർ എന്ത് വരും, അപ്പം 27. ഓപ്ഷൻ എ. ഓക്കെ, അപ്പം സിമ്പിളാണ്, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ആ ഓർഡറിൽ തന്നെ ഓർമ്മിച്ച് ചെയ്താൽ മതി. ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. നെക്സ്റ്റ് 12 പ്ലസ് 6 ഇൻറ്റു 27 ഡിവൈഡ് ബൈ 3 പ്ലസ് 2 മൈനസ് 16 ഡിവൈഡ് ബൈ 8 ഇൻറ്റു 2. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല. പിന്നെ ഡിവിഷൻ വരുന്നുണ്ട്, 2 ഡിവിഷൻ വരുന്നുണ്ട്. 27 ഡിവൈഡ് ബൈ 3 അതുപോലെ തന്നെ -16 ഡിവൈഡ് ബൈ 8. അപ്പം 27 ഹരിക്കണം 3 എന്ത് വരും, 9. അതുപോലെ തന്നെ -16 ഹരിക്കണം 8 -2. ഇപ്പോൾ 12 പ്ലസ് 6 ഇൻറ്റു 9 പ്ലസ് 2 -2 ഇൻറ്റു 2. ഇനി നമ്മൾ നോക്കുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്. അപ്പം 2 മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഒന്ന് 6 ഇൻറ്റു 9. 6 ഇൻറ്റു 9 എത്രയാണ്, 54. അതുപോലെ തന്നെ -2 ഇൻറ്റു 2 -4. അപ്പോൾ 12 പ്ലസ് 54 പ്ലസ് 2 -4. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനിപ്പം ഒന്നും മാറ്റാനൊന്നുമില്ല, ഇനി ഡയറക്റ്റ് ആൻസർ ചെയ്യാം. എല്ലാം ഒരുപോലെ പ്ലസ് ഒക്കെ ഒരുമിച്ച് തന്നെയാണ് ഉള്ളത്. അപ്പോൾ 54 പ്ലസ് 12 66. 66 പ്ലസ് 2 68. 68 എന്ന് 4 കുറച്ചാൽ 64 ആൻസർ വരും. ഫൈനൽ ആൻസർ എത്രയാണ്, 64. ഓപ്ഷൻ സി. നെക്സ്റ്റ് മറ്റൊരു കാര്യം പറയാം. 1 മുതൽ 30 വരെയുള്ള സംഖ്യേസിൻ്റെ സ്ക്വയർ അല്ലെ, വർഗം പഠിച്ചു വെക്കണം. 1 മുതൽ 30 വരെയുള്ള നമ്പറിൻ്റെ വർഗം പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ് പഠിച്ചു വെക്കണം. കൂടാതെ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ഗുണനപ്പട്ടിക
നിർബന്ധമായിട്ടും ഈ സംഭവം ബേസിക്കായിട്ട് എല്ലാവരും പഠിച്ചു വെക്കണം. എന്നാലും നമുക്ക് എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു പിന്നെ ടോപ്പിക്ക് മാത്രമല്ല, എല്ലാ ടോപ്പിക്കിലും നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. കൂടാതെ നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഡിവിഷന്, മൾട്ടിപ്ലിക്കേഷന് അതൊന്നും അറിയാത്തവർ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ന്യൂനസംഖ്യകൾ എന്നുള്ള ചാപ്റ്ററൊക്കെ ഒന്നും കൂടി നോക്കണം, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 21 + 16 ഡിവൈഡ് ബൈ 2 × 4 - 5. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് നോക്കും, ഡിവിഷൻ ഉണ്ടോ നോക്കും. അപ്പോൾ ഡിവിഷൻ ഉണ്ട് ഇവിടെ. 16 ഹരിക്കണം 2. 16 2 ഹരിച്ചാൽ എത്ര വരും? 8. 16 2 കൊണ്ട് ഹരിച്ചാൽ 8. അപ്പം 21 + 8 × 4 - 5. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, 8 × 4. 8 × 4 എത്രയാണ്? 8 × 4 32. അപ്പോൾ 21 + 32 - 5. ഇനി 21 32 53. 53 5 പോയാൽ എത്ര വരും? ആൻസർ 48. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. 7 + 7 + 7 ഡിവൈഡ് ബൈ 7 ഹോൾ ഡിവൈഡ് ബൈ 7 + 7 + 7. ഇവിടെ ഒരു പ്ലസ് ഇതില്ല കേട്ടോ. പിന്നെ ഹരിക്കണം 7 അല്ലേ. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ആദ്യം അംശം സോൾവ് ചെയ്യുക, പിന്നെ ഛേദം സോൾവ് ചെയ്യുക, എന്നിട്ട് രണ്ടും ഒരുമിച്ച് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അംശത്തിലേക്ക് നോക്കുക. അംശത്തിലേക്ക് നോക്കുമ്പം ഇല്ലേ, ബ്രാക്കറ്റ് ഇല്ല, അതുപോലെ തന്നെ ഓഫൊന്നുമില്ല, പക്ഷേ എന്തുണ്ട്, ഡിവിഷൻ ഉണ്ട് അല്ലേ, ഒരു ഡിവിഷൻ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഡിവിഷൻ ചെയ്യണം. അപ്പം 7നെ 7 കൊണ്ട് തന്നെ ഹരിച്ചാൽ എന്ത് വരും? 1 വരും. 7നെ 7 കൊണ്ട് ഹരിച്ചാൽ ആൻസർ 1 വരും. അപ്പം അംശത്തിലുള്ള ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അംശം നോക്കുക. 7 + 7 + 1 എന്നായി മാറിയില്ലേ ഇപ്പം? കാരണം ഇവിടെ നമ്മൾ 7നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അവിടെ ആൻസർ എത്രയാണ്? 1. ഇനി നമ്മൾ ഡയറക്റ്റ് കൂട്ടുക. 7 + 7 14 + 1 15. അപ്പം അംശം സോൾവായി. ഇനി ഛേദത്തിലേക്ക് വരാം. ഛേദത്തിലേക്കുള്ള എന്താണുള്ളത്? ഛേദത്തിൽ 7 + 7 + 7 ഓൾ ഡിവൈഡ് ബൈ 7. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് വരുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇപ്പം എന്താണ് ഉള്ളത് നോക്കണ്ട. പ്ലസ് ആയിക്കോട്ടെ, മൈനസ് ആയിക്കോട്ടെ, ഡിവിഷൻ ആയിക്കോട്ടെ, മൾട്ടിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, നമ്മൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ബാക്കിയുള്ള ക്രിയകൾ സോൾവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ബ്രാക്കറ്റിനുള്ളിൽ സോൾവ് ചെയ്യണം. 7 + 7 + 7 അല്ലേ, 21 ഡിവൈഡ് ബൈ 7 എന്ന് വരും. അപ്പം 21 7 കൊണ്ട് വെച്ചാൽ ആൻസർ 3. അപ്പോൾ നമുക്ക് എന്തായി, മുകളിൽ 15 താഴെ 3 കിട്ടി. ഇനിയിപ്പോൾ ഡയറക്റ്റായി 15 ഹരിക്കണം 3 എത്രയാണ്? ആൻസർ 5. ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലം വന്നാൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം അംശം എടുത്ത് സോൾവ് ചെയ്യുക, പിന്നെ ഛേദം എടുത്ത് സോൾവ് ചെയ്യുക, എന്നിട്ട് അത് നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് സോൾവ് ചെയ്യുക. ഓക്കെ, ഇനി സെയിം പാറ്റേണിൽ മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ആദ്യ അംശം നമ്മൾ 9 + 9 + 9 ഡിവൈഡ് ബൈ 9. ഇവിടെ ഒരു പ്ലസ് ഇല്ല, ഇവിടെ ഒരു പ്ലസ് ഇല്ല കേട്ടോ. ആദ്യം മുകളിൽ ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ. അപ്പം ഫസ്റ്റ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അംശത്തിൽ നോക്കുമ്പോൾ അവിടെ ബ്രാക്കറ്റ് ഉണ്ട്. ഇപ്പോൾ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ബ്രാക്കറ്റിന് ഉള്ളിലുള്ളത് ചെയ്യണം. അപ്പോൾ 9 + 9 + 9 27. ഇപ്പം എന്താ, 27 ഹരിക്കണം 9. 27 ഹരിക്കണം 9 3. അപ്പോൾ മുകളിലുള്ള അംശം സോൾവായി. ഇനി താഴെ നോക്കുമ്പം ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, നെക്സ്റ്റ് വരുന്ന ഡിവിഷനാണ്. ഒരു ഡിവിഷൻ ഉണ്ട് ഇവിടെ. 4 ഹരിക്കണം 4 അല്ലേ, 4 4 കൊണ്ട് വെച്ചാൽ ആൻസർ 1 അപ്പോൾ എന്തായി, 4 + 4 + 1 അല്ലേ. അപ്പോൾ 4 4 8 1 9. അപ്പം അംശവും കിട്ടി, നമുക്ക് ഛേദവും കിട്ടി. 3/9. 3 എന്ന് പറഞ്ഞ 9 എന്ന് പറയുന്നൊരു ഓപ്ഷൻ എന്തില്ല, 3/9 എന്ന് പറയുന്നൊരു ആൻസർ ഓപ്ഷനിലില്ല. അപ്പോൾ നമ്മളൊന്നും കൂടി ചുരുക്കുക. ഇവിടെ 3നെ കൊണ്ട് വെട്ടിയാൽ താഴെ മുകളിലും വെട്ടിയാൽ ഇപ്പം എന്തായി, 1/3. അപ്പോൾ ആൻസറിൽ 1/3 ഉണ്ട്, ഓപ്ഷൻ സി അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി 1/3 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പം മനസ്സിലായല്ലോ. ഇപ്പം മുകളിൽ ആദ്യം ചെയ്യുക, താഴെ ഒന്ന് സോൾവ് ചെയ്യുക, എന്നിട്ട് രണ്ടും കൂടി ചെയ്യുക. പിന്നെ മറ്റ് വെട്ടിക്രിയകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടി ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്തുക. നെക്സ്റ്റ് 3 × 3 - 3 ഡിവൈഡ് ബൈ 3 × 3 ഡിവൈഡ് ബൈ 3
-3 ഫുള്ളൊരു 3 മഴ. ഓക്കെ, ഇപ്പം എന്തൊക്കെ പ്രോബ്ലം വന്നാലും നമ്മൾ ആ ഒരു ബോർഡ് മാസ് എന്നുള്ള സംഭവം ഓർമ്മിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ ആദ്യം ഡിവിഷൻ ഉണ്ടോ ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ ഡിവിഷൻ ഉണ്ട് അല്ലേ, ഇവിടെ എന്തുണ്ട്, -3 / 3 എന്ത് വരും, -1. മറ്റൊരു ഡിവിഷൻ ഇവിടെ ഉണ്ട്, 3 / 3 1. അപ്പോൾ എന്തായി മാറിയത്, ഇപ്പം 3 × 3 -1 ശ്രദ്ധിക്കണേ, × 1 -3 അല്ലേ. ഇനി നമുക്കിവിടെ 2 മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഒന്ന് ഏതാണ്, 3 × 3, ഒന്ന് -1 × 1. അപ്പം 3 × 3 എന്തായി, 3 × 3 9. അപ്പോൾ -1 × 1 -1, പിന്നെ ഒരു -3 അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ എന്തായി, 9 ന്ന് 1 പോയാൽ 8, 8 ന്ന് 3 പോയാൽ 5. അപ്പോൾ ആൻസർ എത്രയാണ്, ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയുള്ള പ്രോബ്ലം വന്നാൽ നമ്മൾ ഈ ഒരു ബോർഡ് മാസ് എന്നുള്ളത് മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് z = x + y, x = -10, y = 3 ആയാൽ z എത്ര. ഇപ്പം നമ്മൾ നമ്പറാണ് നമ്മൾ ഇത്തിരി നേരം പറഞ്ഞത്. അപ്പം ജസ്റ്റ് നമ്പർ നേരിട്ട് തരുന്നതിന് പകരം ഇപ്പോൾ ഇവിടെ എന്തെന്ന് വാരിയബിളിനെ തന്നു, അത്രയേ ഉള്ളൂ. ആ വാരിയബിളിന് ഒരു വില കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സെയിം സംഭവം തന്നെയാണ്, സിമ്പിളാണ്, കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം z = x + y എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സെറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പം സെറ്റ് പറഞ്ഞാൽ x + y ആണെങ്കിൽ x എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് -10, y എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളത് 3 ആണ്. അപ്പം -10 + 3 ആയിരിക്കും. അപ്പം -10 + 3 പറഞ്ഞാൽ ഒരു -7. ഓക്കെ, വലുതെന്ന് ഒരു മൈനസ് ഒരു പ്ലസും വന്നാൽ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക വേണ്ടത്. അപ്പോൾ -7, ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ വരിക. സിമ്പിൾ. നെക്സ്റ്റ് 15 + 13 / 11 × 12 / 3 -10. ഓക്കെ, ഈ ഒരു പ്രോബ്ലം നമ്മൾ നോക്കണം. ഫസ്റ്റ് നമ്മൾ ബ്രാക്കറ്റ് ഉണ്ടോ നോക്കണം. ബ്രാക്കറ്റ് ഉണ്ട് എവിടെയാണ്, 12 / 3 ആണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം 12 നമ്മൾ ആദ്യം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആൻസർ വരും 4. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ബ്രാക്കറ്റ് സോൾവ് ചെയ്തു. അപ്പോൾ 15 + 33 ഹരിക്കണം 11 × 4 -10. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഡിവിഷൻ ഓഫാണ്, ഓഫില്ല. നെക്സ്റ്റ് ഡിവിഷൻ ഇവിടെ 33 ഹരിക്കണം 11. അപ്പോൾ 33 11 കൊണ്ട് ഹരിച്ചാൽ എന്ത് വരും ആൻസർ, 33 ഹരിക്കണം 11 3, കാരണം 11 × 3 അല്ലേ 33. ഓക്കെ, അപ്പോൾ എന്തായി, 15 + 3 × 4 -10. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ 3 × 4 12 എത്തി, ആൻസറിലേക്ക് എത്തി. 15 + 12 -10. അപ്പോൾ 15 + 12 27 -10 17. ആൻസർ എന്ത് വരും, 17. ഓപ്ഷൻ ബി. നെക്സ്റ്റ് 4 × 5 + 14 + 8 -36 / 9. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ബ്രാക്കറ്റ് നോക്കുന്നു. ബ്രാക്കറ്റ് ഉണ്ട് 14 + 8, 14 8 കൂട്ടിയാൽ 22. അപ്പം 4 × 5 + 22 -36 / 9. നെക്സ്റ്റ് 36 -36 9 കൊണ്ട് ഹരിക്കണം അല്ലേ. നെക്സ്റ്റ് ഡിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പം -36 ഹരിക്കണം 9 എന്ത് വരും, -4. അപ്പം 4 × 5 + 22 -4. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ 4 × 5 എത്ര, 20. അപ്പോൾ 20 + 22 -4 42 -4 38. ആൻസർ ഓപ്ഷൻ ഡി 38. നെക്സ്റ്റ് 41 - 30 + 45 + 7 × 7. ആദ്യം ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക. ബ്രാക്കറ്റ് ഉണ്ട് 45 + 7. ബ്രാക്കറ്റിലുള്ളത് എന്താണ്, 45 + 7. അപ്പം 45-ന് 7 കൂട്ടിയാൽ 52 വരും അല്ലേ, 52. അപ്പം 41 - 30 + 52 × 7. നെക്സ്റ്റ് ഡിവിഷൻ നോക്കണം. ഡിവിഷൻ ഇല്ല, പിന്നെ ഉള്ളത് മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, 52 × 7. 52-നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 52 × 7 7 2 14
1 35 36 അല്ലേ 364 വരും. അപ്പോൾ 41 മൈനസ് 30 പ്ലസ് 364. ഇനി വേണമെങ്കിൽ റീറൈറ്റ് ചെയ്യാം. 41 പ്ലസ് 364 മൈനസ് 30 എന്ത് വരും? 364 പ്ലസ് 41 എന്ത് വരും? 405 അല്ലേ? 405 മൈനസ് 30 375. ഓപ്ഷൻ സി. നെക്സ്റ്റ് ശ്രദ്ധിക്കണം, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഒരുപാട് ബ്രാക്കറ്റ് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ ശരിക്കും 3 ടൈപ്പ് ബ്രാക്കറ്റുകൾ കാണാൻ പറ്റും ഈ ഒരു പ്രോബ്ലത്തിൽ. ഇവിടെ ശ്രദ്ധിക്കുക, ഒന്ന് ഈ ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ്, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കർവ്ഡ് ബ്രാക്കറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു സ്ക്വയർ ടൈപ്പ് ബ്രാക്കറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഈ ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് ചെയ്യണം, നെക്സ്റ്റ് കർവ്ഡ് ബ്രാക്കറ്റ് ചെയ്യണം, പിന്നെ നമുക്ക് ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ചെയ്യാം. ഇങ്ങനെ ബ്രാക്കറ്റുകൾ ഡിഫറെൻറ്റ് ബ്രാക്കറ്റുകൾ വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഓർഡർ എങ്ങനെയാണ്? ആദ്യം ക്ലോസ്ഡ് ബ്രാക്കറ്റ്, പിന്നെ കർവ്ഡ് ബ്രാക്കറ്റ്, നെക്സ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ്. ഇനി ഇത് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓർത്താലും മതി. എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ഉള്ളിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ആദ്യം ഉള്ളിലുള്ളത് സോൾവ് ചെയ്യുമോ, എന്നിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ പുറത്തേക്ക് വന്ന് ഓരോന്നായി ചെയ്ത് അങ്ങനെ സോൾവ് ചെയ്ത് വന്നാലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് വരുന്നത് റൗണ്ട് ബ്രാക്കറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? 17 പ്ലസ് 2 19 അല്ലേ? അപ്പോൾ 17 പ്ലസ് 2 ആണ് റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ വന്നിട്ടുള്ളത് 19 അല്ലേ? അപ്പം എന്തായി? 2 പ്ലസ് 29 39 മൈനസ് 2. ഈ 19 എന്ന് പിന്നെ റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വന്നാൽ എന്താ അർത്ഥം? ഇൻറ്റു എന്നാണ് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് റൗണ്ട് ബ്രാക്കറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ഉള്ളത് തന്നെ കർവ്ഡ് ബ്രാക്കറ്റാണ്. അപ്പോൾ കർവ്ഡ് ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ആദ്യം സോൾവ് ചെയ്യേണ്ടത് അല്ലേ? അപ്പം -2 × 19 എന്ത് വരും? -2 × 19 മൈനസ് 38. അപ്പം 2 പ്ലസ് 29 എന്ത് വരും? 39 മൈനസ് 38. അപ്പം 39 മൈനസ് 38 പറഞ്ഞാൽ എന്തായിരിക്കും? ആൻസർ 1 ആണ്. അപ്പം 2 പ്ലസ് 29 ഇൻറ്റു 1. ഓക്കെ, അപ്പോൾ കർവ്ഡ് ബ്രാക്കറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് 29 ഇൻറ്റു 1 പറഞ്ഞാൽ 29 തന്നെ. അപ്പോൾ 2 പ്ലസ് 29 31. ഇങ്ങനെ വന്നാൽ എന്താണ്? ഇൻറ്റു എന്നാണ് അർത്ഥം കേട്ടോ. 2 ഇൻറ്റു 31 62. സോ ഒന്നുകൂടി പറയാം, നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ക്ലോസ്ഡ് ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും ഉള്ളിലുള്ളത് സോൾവ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഏറ്റവും ഉള്ളിലുള്ളതാണ് 17 പ്ലസ് 12. നമ്മൾ സോൾവ് ചെയ്ത് 19. പിന്നെ 19ൻ്റെ പുറമേ അപ്പോൾ ആ ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് അവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് കർവ്ഡ് ബ്രാക്കറ്റാണ് വരുന്നത്. പിന്നെ 19 ഇൻറ്റു 2 ഉണ്ട്. അപ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായാലും ആ ഓർഡർ ചെയ്യണം. അപ്പോൾ 19 ഇൻറ്റു 2 -2 -38 കിട്ടി. അപ്പോൾ 39 നിന്ന് നമ്മൾ 38 കുറച്ചാൽ ആൻസർ 1 വരും. 1 വന്നാൽ ഇവിടെ 29 ഇൻറ്റു 1 വന്നാൽ 29 വരും. പിന്നെ 2 പ്ലസ് 29 31. പിന്നെ 31 ഇൻറ്റു 2 62. ഓക്കെ, നെക്സ്റ്റ് 20 ഓഫ് 5 ഡിവൈഡ് ബൈ 5 പ്ലസ് 3. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട് നോക്കുമ്പോൾ ബ്രാക്കറ്റ് ഇല്ല, പക്ഷേ എന്തുണ്ട്? ഇവിടെ ഓഫ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 20 ഓഫ് 5 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 20 ഇൻറ്റു 5 എന്ന് തന്നെയാണ്. അപ്പോൾ 20 ഇൻറ്റു 5 എത്രയാണ്? 100. 20 ഇൻറ്റു 5 എത്രയാണ്? 100. അപ്പോൾ നമ്മൾ ആദ്യം ഓഫ് സോൾവ് ചെയ്തു. 100 ഹരിക്കണം 5 പ്ലസ് 3. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ. 100 ഹരിക്കണം 5. 100ന് 5 കൊണ്ട് ഹരിച്ചാൽ ആൻസർ എന്ത് വരും? 20 പ്ലസ് 3 23. ആൻസർ എന്ത് വരും? 23. ഇവിടെ ഓപ്ഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്.
ഇത് 23 വിചാരിച്ചാൽ മതി. ആൻസർ അപ്പം ഓപ്ഷൻ എ 23. ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യനിലാണ് മിസ്റ്റേക്ക് വന്നത്. ശരിക്കും ഇത് 22/5 എന്നായിരുന്നു എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. 2/5 എന്നാണ്. 2/5 വെച്ച് ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഓപ്ഷനിലുള്ള ആൻസർ തന്നെ കിട്ടും. 2/5 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 × 5 ആൻസർ എന്ത് വരും? 10 വരും. അപ്പോൾ 10 ഡിവൈഡ് ബൈ 5 പ്ലസ് 3. 10 5 ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 2. 2 + 3 5. ഓക്കെ, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 168 + 72 ഡിവൈഡ് ബൈ 9 × 3 ഹോൾ ഡിവൈഡ് ബൈ 2 × 1 + 12/4. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? നമ്മൾ അംശം ആദ്യം ചെയ്ത് സോൾവ് ചെയ്യും, പിന്നെ ഛേദം ചെയ്യും. അപ്പോൾ അംശത്തിലേക്ക് വന്നാൽ ആദ്യം നമ്മൾ ബ്രാക്കറ്റ് ഉണ്ടോ നോക്കണം. ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബ്രാക്കറ്റിനുള്ളിൽ ചെയ്യണം. അപ്പോൾ 72 ഹരിക്കണം 9 അല്ലേ? എന്ത് വരും? 72 9 കൊണ്ട് വെച്ചാൽ 8 അല്ലേ? 8 × 9 ആണ് 72. അപ്പം 168 + 8 × 3 എന്നായി. നെക്സ്റ്റ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഡിവിഷൻ ഇല്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ 168 + 24 എന്ത് വരും? 192. ഓക്കെ, അംശം അവിടെ ക്ലിയറായി. ഇനി നെക്സ്റ്റ് വന്നാൽ ഛേദത്തിലേക്ക് വന്നാൽ 2 × 1 + 12/4. അപ്പോൾ ബ്രാക്കറ്റ് ഉണ്ടോ നോക്കൂ. അപ്പം ബ്രാക്കറ്റ് ഉണ്ട്. അപ്പം ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യേണ്ടത്. എന്ത് വരും? ഇവിടെ 12/4 എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. ഇവിടെ 3 ആയി. അപ്പോൾ എന്തായി? 1 + 3 4 അല്ലേ? 2 × 4 ആൻസർ എന്ത് വരും? 8. അപ്പം 192 ഡിവൈഡ് ബൈ 8 അല്ലേ? അപ്പോൾ നമുക്കിവിടെ അംശം കിട്ടി, ഛേദവും കിട്ടി. അപ്പം 192 ഡിവൈഡ് ബൈ 8 ആയിരിക്കും നമ്മളെ ഫൈനൽ ആൻസർ. 192 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക് ആൻസർ? 24. അപ്പോൾ ഓപ്ഷൻ എ 24 ആണ് എന്തെന്ന് ആൻസർ. നെക്സ്റ്റ് 15/8 - 6 + 27 - 3 ഡിവൈഡ് ബൈ 6 - 4. അപ്പോൾ നമ്മൾ ആദ്യം നോക്കും എന്തെന്ന്? ബ്രാക്കറ്റ് ഉണ്ടോ നോക്കും. അപ്പം ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള സോൾവ് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ഈ ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. അപ്പോൾ 27 - 3 അതാണ് ആദ്യം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. എന്ത് വരും? 24. അപ്പോൾ എന്തായി? 15/8 - 6 + 24 ഡിവൈഡ് ബൈ 6 - 4. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ആദ്യം നമ്മൾ ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ ചെയ്യണം ആദ്യം അല്ലേ? അപ്പം ഇവിടെ ഡിവിഷൻ ഉണ്ട്. 24 ഹരിക്കണം 6 എന്ത് വരും? 24 6 കൊണ്ട് ഹരിച്ചാൽ ആൻസർ 4 വരും. അപ്പം 15/8 - 6 + 4 - 4 എന്നാവും. അപ്പം 4 നിന്ന് 4 പോയാൽ ആൻസർ 0. അപ്പം ഈ മൊത്തം ആൻസർ എന്താ? ഇവിടെ 0 ആയി. അപ്പം ഈ ഒരു ഭാഗം കഴിഞ്ഞു. നെക്സ്റ്റ് 15/8 - 6. നെക്സ്റ്റ് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് ഓഫ് ഉണ്ട് അല്ലേ? 15/8. 15/8 എന്ന് പറഞ്ഞാൽ എന്താണ്? 15 × 8. 15 × 8 പറഞ്ഞാൽ എത്ര വരും? 120 അല്ലേ? അപ്പം 120 - 6 ആൻസർ എന്ത് വരും? 114. ഓപ്ഷൻ എ ആയിട്ട് വരും. ഓക്കെ, നമ്മളപ്പം ബോട്ട് മാസ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്തത്. പിന്നെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അഖണ്ഡ സംഖ്യകൾ പറഞ്ഞു, ഇൻറ്റീജേഴ്സ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ബോട്ട് മാസിൻ്റെ ഇനി കുറച്ചും കൂടി ഒരുപാട് എക്സാമ്പിൾസ് ചെയ്ത് കൂടുതൽ സ്പീഡാക്കി ചെയ്യാൻ പറ്റുമോ? ഇത്ര ഡീറ്റെയിൽ ആയ സ്റ്റെപ്പൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്പീഡായാൽ പിന്നെ നമുക്കെല്ലാം മൈൻഡിൽ തന്നെ ചെയ്ത് പെട്ടെന്ന് വിത്തിൻ സെക്കൻഡിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ബാക്കി ഭാഗം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ്.